ഗുരുവായൂരപ്പൻ ഒരു ദിവസം 12 പാവങ്ങളിലാണ് ഭക്തർക്ക് ദർശനം നൽകുന്നത്. നിർമ്മാല്യ നേരത്ത് വിശ്വരൂപ ദർശനമാണ്. ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശനമാണ് ഫലം. രണ്ടാമത് എണ്ണാഭിഷേക സമയത്ത് വാതരോഗ വിഘ്നനാണ്. ഗോകുലനാഥനായാണ് വാഗചാത്തിന്റെ സമയത്ത് ദർശനം നടത്തുന്നത്. ഈ സമയത്ത് തൊഴുതാൽ ശാന്തിയും സമാധാനവും കൈവരുന്നതാണ്. നാലാമതായി ശംഖാഭിഷേക സമയത്ത് സന്താന ഗോപാലനാണ്. ഇത് ദർശിച്ചാൽ ധനാഭിവൃദ്ധി വന്നു ചേരുന്നതാണ്. അഞ്ചാമതായി ഉണ്ണിക്കണ്ണനായാണ് ബാലാലങ്കാര സമയത്ത് ഭഗവാന്റെ ദർശനം. ഇത് ദർശിച്ചാൽ മക്കൾക്കുള്ള ദുരിതങ്ങൾ മാറുന്നതാണ്. ആറാമതായി അഭിഷേക സമയത്ത് യശോദാ ബാലനാണ്. ശത്രുദോഷം ഇല്ലാതാകും ഈ ഒരു ദർശനത്തിലൂടെ. ഏഴാമതായി വനമാല കൃഷ്ണനായാണ് നവകാഭിഷേക നേരത്തുള്ള ദർശനം. ഈ ദർശനത്തിലൂടെ നേത്രരോഗം മാറിക്കിട്ടുന്നതാണ്. എട്ടാമതായി ഉച്ചസമയത്തും സർവാലങ്കാര ഭൂഷണനായാണ് ഭഗവാന്റെ ദർശനം. ജ്ഞാനവൈരാഗ്യ പ്രാപ്തിയാണ് ഇതിലൂടെ ഫലം. ഒൻപതാമതായി സന്ധ്യാസമയത്ത് സർവമംഗളദായകനാണ്. കുടുംബ ഐശ്വര്യമാണ് ഇതിലൂടെ ഫലം. പത്താമതായി മോഹനരൂപനായാണ് ദീപാരാധന സമയത്ത് ഭഗവാൻ ദർശനം നൽകുന്നത്. ദീർഘദാമ്പത്യ പൊരുത്തമാണ് ഇതിലൂടെ ഫലം. 11ാമതായി അത്താഴ പൂജയ്ക്ക് വൃന്ദാവന ചരണാണ്. രോഗശമനമാണ് ഇതിലൂടെ ഫലം. 12ാമതായി തൃപ്പുക സമയത്ത് ശേഷശയനനായാണ് ദർശനം നടത്തുന്നത്. മോക്ഷപ്രാപ്തിയാണ് ഇതിലൂടെ ഫലം.